ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്, ഇവിടെ നോക്കിയിട്ടല്ല. ഓക്കെ, ഷൂട്ടിന് പോണ വ്ളോഗാണ്. എൻ്റെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മോസ്റ്റ് ഓഫ് ദ വീഡിയോസ് ഷൂട്ടിന് പോണ വീഡിയോ ആണ്. കാരണം ഞാൻ അങ്ങനെയല്ല, എനിക്ക് ഒരു കണ്ടൻറ് എന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ അതാണ്. പിന്നെ എല്ലാം ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണല്ലോ, പിന്നെ വീക്കെൻഡ് പുറത്തു പോകുക, അതൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഈ വീഡിയോസൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒന്നുപോലും മുടങ്ങാണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ, ഷൂട്ടിന് പോകണതൊക്കെ. ബട്ട് ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു വൈറ്റ് പാച്ച് കാണാം, ഒരു സൺ അലർജിയാണ്, അത് കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് വന്നിട്ട് തേഴ്സ്ഡേ ആണ്, അതായത് ജൂലൈ 4th ആണ്. ജൂലൈ 5th എൻ്റെ ഷൂട്ട് വരുന്നത്, അതായത് നാളെ. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ, പെട്ടെന്ന് തന്നെ താരം വിളിച്ചതുപോലെ തോന്നി. ഓക്കെ, അപ്പം ഞാൻ ഓർത്തു അതിൻ്റെ പ്രപ്പും ഷൂട്ടിന് പോകുന്നത്, ഞാൻ ഷൂട്ടിൻ്റെ അന്നത്തെ വ്ളോഗ് മാത്രമല്ല എടുക്കും, അതിൻ്റെ തലേന്ന് ഞാൻ എന്തൊക്കെ ചെയ്യും എന്നും കൂടെ ചേർത്തിട്ട്, ഇന്നും നാളെയും കൂടെ ചേർത്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഇന്നിപ്പോൾ സമയം വന്നിട്ട് ഓൾമോസ്റ്റ് 9 മണിയാകാൻ പോകുന്നു. ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല എന്നല്ല, ക്ലാസ് ഇല്ല, ബിക്കോസ് ഇന്നിവിടെ ബെൻഡാണ്. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് ഇല്ല, അതുകൊണ്ട് എനിക്കെല്ലാം കൊണ്ടും നന്നായി. അതുകൊണ്ട് ഞാനൊരു 7 മണി, ഞാൻ എന്നും പോണ സമയത്ത് തന്നെ ഉറക്കമൊക്കെ എണീറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ 9 മണിയായി. ഞാൻ രാവിലെ വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ നമുക്കൊരു വീഡിയോ എടുക്കാം. സോ അതാണ് എവിടെ ഞാൻ എൻ്റെ ഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാരിറ്റിക്ക് നല്ല ഇഷ്യൂ ഉണ്ടാകും. ബട്ട് പ്ലീസ് ഡു അഡ്ജസ്റ്റ് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ സെറ്റപ്പ്. ഇതൊന്നുകൂടെ റെഡി ആക്കണം, കാരണം ഒരു ടേബിളൊക്കെ വരാനുണ്ട്. എൻ്റെ റൂം ഒന്നുകൂടെയൊക്കെ എനിക്ക് സെറ്റ് ആക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ഇടാനുള്ള ഡ്രസ്സെല്ലാം ഇവിടെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവെ അങ്ങനെ ഇടാറില്ല, അലമാരയിൽ ഏതെങ്കിലും എടുത്തിടും. കാരണം വെച്ചാൽ നാളെ വെള്ളിയാഴ്ച എനിക്ക് പോകാൻ പറ്റത്തില്ല, വെള്ളിയാഴ്ച എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, ബിക്കോസ് ഷൂട്ട് ഉള്ളതുകൊണ്ട് എനിക്കന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ തിങ്കളാഴ്ച തൊട്ട് നമുക്ക് യൂണിഫോം ഇടണം. ഞാൻ +1 ആണ് ഹ്യൂമാനിറ്റീസ്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നല്ല ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ച് പിന്നെ സ്കൂളിൽ കറക്റ്റില്ല, അതല്ലെങ്കിലും അങ്ങനെ വരുള്ളൂ. അതേപോലെ ഫസ്റ്റ് ഡേ നമ്മൾ ജൂൺ 24th ക്ലാസ് തുടങ്ങി. ജൂൺ 25th ഇതേപോലെ ബെൻഡായിരുന്നു. അങ്ങനെ എനിക്ക് അന്ന് ഞാൻ ഇതേപോലെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഇടാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ബെഡിൻ്റെ കോലം. ഞാൻ ഇവിടെ അല്ല കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ താഴെ അമ്മയുടെയും അമ്മമ്മയുടെ കൂടെയാണ് കിടക്കുക. പിന്നെ എൻ്റെ ചെരുപ്പെല്ലാം അന്ന് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഇരിക്കുന്നു, എൻ്റെ റിംഗ് ലൈറ്റ്. പിന്നെ ഇതൊന്നും കർട്ടനൊന്നും ഇട്ടില്ല, ബിക്കോസ് ഞാൻ ഇവിടെ എല്ലാം കിടക്കുന്നതെന്ന് കാര്യങ്ങളൊന്നും. എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കും. ഞാൻ പഠിക്കുന്ന മറ്റേ ബോർഡ്, എനിക്കിങ്ങനെ എഴുതി പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ വാർഡ്രോബ്, ഇതെൻ്റെ ബാത്റൂമൊന്നും കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ട്. ഇതാണ് എൻ്റെ സാമ്രാജ്യം. ഇത് ഫുൾ മേക്കപ്പ്, ഇത് ബ്രഷസ് ആണ്. ഇതെന്താ ഇങ്ങനെ വെച്ചേക്കുന്നത് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, എൻ്റെ ഇഷ്ടം. പിന്നെ ഇത് പ്രിങ്കിൾസിൻ്റെ ബോട്ടിലാണ് ഞാൻ സ്പഞ്ച് വെച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്കാണിത്. ഇതിനകത്ത് ഫുൾ ഞാൻ കാണിച്ചു തരാം, എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ. ദെൻ ഇവിടെ സാനിറ്റൈസർ, ഹാൻഡ് വാഷ്, ഫേസ് വാഷ്, ബ്രഷ്, പേസ്റ്റ്, കത്രിക എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് ഫുൾ സ്കിൻ കെയർ. പിന്നെ ഇതിവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലോത്ത്, അങ്ങനത്തെ പല സാധനങ്ങൾ. ഇവിടെ മൊത്തം പൊടികളാണ്. ഇത് നീം പൗഡർ, മുൾട്ടാനി മിട്ടി, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ആൽമണ്ട് ഓയിൽ, പിന്നെ ബണ്ണ് ക്ലിപ്പ്, സംഭവങ്ങൾ, മിറർ. ഇവിടുന്ന് കറക്റ്റ് വെട്ടവും വരും. എനിക്ക് അറിയില്ല ഞാൻ ആക്ച്വലി വീഡിയോ എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത്. ഞാൻ ആലോചിക്കുന്നത് പ്രോപ്പർ ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കണോ വേണ്ടയോ എന്നാണ്. പ്രോപ്പർ ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നടക്കുന്നത്, ആദ്യമേ ഷൂട്ടിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ചെറിയ പ്രപ്പ് സംഭവങ്ങളുണ്ടാകും. പിന്നെ ഫോണിൽ കുത്തി തന്നെ പകുതി സമയം, കാരണം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഹിസ്റ്ററിയൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഹിസ്റ്ററിയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഹിസ്റ്ററിക്ക് നല്ല മാർക്ക് കിട്ടുക. എനിക്ക് എവിടെയും വയ്ക്കാം. അയ്യോ, എനിക്ക് കുഴപ്പമുണ്ടോ? ഫൈൻ, അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് കൈ അഴയ്ക്കുന്നു. ഫാൻ ഓഫ് ചെയ്യാൻ എനിക്ക് സൗണ്ട്. ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല ആക്ച്വലി റൂമിൽ, അതാണ് വെട്ടക്കുറവ്. അല്ലെങ്കിൽ തന്നെ നല്ല വെട്ടമുണ്ട്, വേറെ കാര്യം. അപ്പോൾ ഹിസ്റ്ററിയൊക്കെ തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. ജോഗ്രഫിയൊക്കെ ഒരു ചാപ്റ്ററൊക്കെ കഴിഞ്ഞു. നമുക്ക് ഒരുപാട് അസൈൻമെൻറ്റ്സ് ആയാലും വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ ഞാൻ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുന്ന വീഡിയോ ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്ത് ഇന്ന് അപ്ലോഡ് ചെയ്യും. പിന്നെ അതേപോലെ ഞാൻ എൻ്റെ ഈ റൂം മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തു, പക്ഷേ അമ്മയുടെ ഫോണിലാണ്. അതുകൊണ്ട് എനിക്ക് അവിടെ വെച്ചാൽ നമ്മൾ എടുക്കുന്ന ക്ലിപ്പ് 3-4 മിനിറ്റ് കൂടുതലായി കഴിഞ്ഞ് നമുക്ക് അയക്കാൻ പാടാണ്. ഞാൻ ഡോക്യുമെൻ്റായിട്ട് അയക്കുന്നത്, ക്ലാരിറ്റി പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പാടാണ്. ഇതുവരെ ചിലപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് കട്ട് ചെയ്തോളാം. എനിക്ക് അങ്ങനത്തെ കുറേ വാട്ടുകളുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യില്ല, എഡിറ്റ് ചെയ്യാൻ മടിയൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നം. പിന്നെ എൻ്റെ പാഷൻ
പാഷൻ്റെ പുറമെ ചെയ്യുന്നു. ഞാൻ ആക്ച്വലി ഫാൻ ഇട്ടു. വോയിസിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല, ബിക്കോസ് ഭയങ്കര ചൂട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇനി എന്തൊക്കെ കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതിനെ പുറത്ത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തു. ഈ കൊറിയർ കണ്ടറിയാം, ഇത് ഇന്നലെ വന്നതാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ആദ്യം തന്നെ നമ്മുടെ ഒരു ക്യൂട്ടിക്കൽ പുഷർ. ഇങ്ങനെയാണ് നെയിൽസ് വരുന്നത്. നല്ല ക്വാളിറ്റി നെയിൽസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ആമസോണിൽ സിമിലർ അവൈലബിൾ ആണ്. ഞാൻ മീഷോയുടെ കോഡും ആമസോണിലെ ലിങ്കും താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് പോയി ചെക്ക്. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ടിപ്സ് അടിച്ചു കൊടുത്താൽ തന്നെ ഈ സംഭവം വരും. പിന്നെ ഇത് കുട്ടി ഒരു ഫയലർ, ഇനി നമ്മൾ ഫയൽ ചെയ്തിട്ട് വെക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ തന്നെ എക്സ്ട്രാ ഞാൻ ഫയലർ ഇങ്ങനത്തെ ഒരു കാർഡുണ്ട്, അതിൽ അകത്ത് വെക്കുന്നതാണ്. സോ നിങ്ങൾ ഈ ഒരു സെറ്റ് മേടിച്ചാൽ മതി, നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഗ്ലൂ സ്റ്റിക്കും ഉണ്ട് അതിനകത്ത് തന്നെ കാണിച്ചാൽ. ഒരുവിധം എല്ലാ പ്രശ്നവും നെയിൽസും ഈ സംഭവം ഉണ്ടാവും. ഗ്ലൂ ഞാൻ പിന്നെ സെപ്പറേറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനത് വെക്കുന്നതായതുകൊണ്ട് ഞാനത് മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ നെയിൽസ് ഇരിക്കുക. കണ്ടോ, പിന്നെ ഞാനിങ്ങനെ വെക്കുന്നത് ഒരു കയ്യിൽ ഇപ്പോൾ വെക്കുന്നുള്ളൂ. പിന്നെ മറ്റേ കയ്യിൽ ഞാൻ വെക്കുന്നത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അത് രണ്ടും കൂടി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് വെക്കണം. ബിക്കോസ് എനിക്കിപ്പോൾ ഒരു പരിപാടി ഇല്ല, എനിക്കിത് രാവിലെ ഫുഡ്. കാരണം വെച്ചാൽ ഇത് ഫ്രഞ്ച് ടിപ്സ് ആകുമ്പോൾ നമുക്ക് ഈ വെള്ള ബോർഡർ കണ്ടോ, ഫുഡ് കഴിക്കുമ്പോൾ അതിൽ ഇതായിപ്പോവും. അതാണ് ഒരു കുഴപ്പം. അതുകൊണ്ട് നമുക്ക് എനിക്കാണെങ്കിൽ വെക്കാനായിട്ട് ഇങ്ങനെ ഇതായിട്ടിരിക്കുക. ബിക്കോസ് ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് ഇതുവരെ വെച്ചില്ല. ഇത് ഭയങ്കര ഷോർട്ടാണ് ഞാൻ വെച്ച് കാണിച്ചത്. ക്ലാസ്സിന് പോയാൽ നമുക്ക് നമ്മുടെ നാച്ചുറൽ നെയിൽസ് എത്ര ഉണ്ടാവുമല്ലോ, കുഞ്ഞിന് അത്ര ഭയങ്കര ലോങ് അല്ല, മറ്റേതുപോലെ അത്ര ലോങ് നെയിൽസ് അല്ല ഞാൻ കാണിച്ചത്. ഇതേണോ, ഇത്രേ ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. എനിക്ക് ഷോർട്ട് നെയിൽസ് വേണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതാണ്. കുഞ്ഞ് നെയിൽസാണ്, അപ്പം മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ ലോങ് നെയിൽസ് വരെ 3 ദിവസം വെച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് എൻ്റെ കയ്യിലൊക്കെ. മാനേജ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, എനിക്ക് ഈസിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെക്കാൻ ഭയങ്കര ഒരു ത്വര. ഹലോ എവ്രി വൺ. സോ ഇനി ഇപ്പോഴും ഞാൻ നെയിൽസ് വെച്ചിട്ടില്ല, ഫാൻ ഇട്ടിട്ടുണ്ട്, സൗണ്ട് ഉണ്ടാവും. പിന്നെ ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ വണ്ടികളുടെ സൗണ്ടും ഓഫ്കോഴ്സ് ഉണ്ടാകും, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഞാനിപ്പോൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഷൂട്ടിന് പോകുന്ന സമയത്ത് ക്യാരി ചെയ്യുന്ന ഒരു ബാഗുണ്ട്. ആ ബാഗിനകത്ത് ഞാൻ എന്തൊക്കെ വയ്ക്കും എന്ന് കാണിച്ചത്. അത് ഓരോ ഷൂട്ടും ആക്ച്വലി ഞാൻ ഷൂട്ടിന് കൊണ്ടുപോകാൻ വേണ്ടി എടുക്കുന്നത്. അത് ഷൂട്ട് ഡിപ്പെൻസ് ചെയ്ത് സാധനങ്ങളുടെ അളവ് ഡിപ്പെൻഡ് ചെയ്തിട്ട് ബാഗിൻ്റെ സൈസ് മാറും. ഇവിടെയാണ് എൻ്റെ ബാഗുള്ളത്. പിന്നെ വലിയ ബാഗും ട്രോളിയും അതൊക്കെ ഓരോ ടൈപ്പ് ബാഗെല്ലാം ട്രോളിക്കകത്താക്കിയിട്ട് വെച്ചേക്കാണ്. അപ്പം ഇന്ന് ഈ ഷൂട്ടിന് എനിക്ക് ഇതിലുള്ള സാധനങ്ങൾ കൊണ്ടുപോയാൽ മതി. അപ്പം നമുക്കതെടുത്ത് വെക്കാം. ഉണ്ടാവും, ഇതിലാണ് ഞാൻ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്തത്. ഒരുപാട് പണ്ടത്തെ ഒരു 2 വർഷമെങ്കിലും പഴക്കമുള്ള ബോക്സ് ആയിരിക്കും ഇത്. ഇതിനകത്ത് എന്തൊക്കെ കിടക്കുന്നത്, കിൻഡർ ജോയുടെ കളിപ്പട്ടം. ഓക്കെ, അപ്പോൾ ഇതിനകത്താണ് ഞാൻ എടുത്ത് വെക്കുക. ഞാൻ ആദ്യം എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഞാൻ ഓരോന്ന് എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഞാൻ ഓരോന്നായിട്ട് ഇപ്പോൾ എടുത്തിട്ട് വന്നിട്ട് കാണിച്ചു തരാം. ഈ വീഡിയോ ഫുൾ വോയിസ് ഓവർ ചെയ്യണ്ട എന്ന് ഓർത്തിട്ടിരിക്കുകയാണ്. അപ്പം ഫുൾ അതുകൊണ്ട് ഓൺ വോയിസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്താണ് എൻ്റെ മേക്കപ്പ് ബോക്സ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ട് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോ സാധനങ്ങളായിട്ട് ബോക്സിലോട്ട് വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിന് ഈ ഒരു വലിയ ബോക്സ്, ഇതിനകത്ത് സ്കിൻ കെയർ, കുറച്ച് മേക്കപ്പ് അങ്ങനത്തെ ഐറ്റംസ് ആണ്. അതിന് നമ്മൾ മിസെല്ല വാട്ടർ വെക്കുന്നുണ്ട്, ബിക്കോസ് നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യണമെങ്കിൽ ഇത് വേണം. അപ്പോൾ അത് വെക്കുന്നുണ്ട്. പിന്നെ ഫേസ് വാഷ് ഞാനിവിടെ ചെയ്ത് സ്കിൻ കെയർ ചെയ്തിട്ടാണ് പോകുന്നത്. രാവിലെയാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നാലും ഞാൻ എക്സ്ട്രാ എടുത്തു, കാരണം നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യം വരുമല്ലോ. അത് പിന്നെ എൻ്റെ പ്ലമ്മിൻ്റെ ടോണ്, എൻ്റെ ഡോക്ടർ വന്നിട്ടുള്ളതാണ് എനിക്ക് ഡോക്ടറിൻ്റെ സൺസ്ക്രീൻ. കുറച്ച് എക്സ്പെൻസീവ്, നല്ല കുറച്ച് അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. പിന്നെ എനിക്ക് ഇങ്ങനെ സൺ അലർജി വരുന്നതുകൊണ്ട് എനിക്ക് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറിൻ്റെ ചെറിയ പാക്ക്, എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് പോൺസിൽ സൂപ്പർ ലൈറ്റ്. ഇതാണ് എൻ്റെ സ്കിന്നിന് നല്ലോണം സ്യൂട്ടാണ് മോയ്സ്ചറൈസർ. അപ്പോൾ ഞാൻ എപ്പോഴും ഇതാണ് എടുത്ത് വെക്കുന്നത്. അത് പിന്നെ വാസ്ലിൻ മസ്റ്റ്, അത് പിന്നെ ഈ ഒരു പോൺസിൻ്റെ ബേബി ക്രീം. ഇത് ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഇൻഫ്ലുവൻസറിനെ കണ്ടിട്ട് മേടിച്ചതാണ്. പക്ഷേ എനിക്ക് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട് ഈ സംഭവം. അതുകൊണ്ട് ഞാൻ ചുമ്മാ എടുത്തൊക്കെയാണ് ഉപയോഗിക്കില്ല, എന്നാലും ഇരിക്കട്ടെ, വഴിക്ക് പോകണേ. പിന്നെ 2 ബ്ലഷൊക്കെ എടുത്തിട്ടുണ്ട്, ചുമ്മാ സൺകിസ് മേക്കപ്പ്. നമ്മൾ ഷൂട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ കഴിയും. നമ്മൾ വീട്ടിൽ തന്നെ കുറച്ചുകൂടെ ലേറ്റ് ആവും, വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം വേറെ മേക്കപ്പിൽ ചിലപ്പോൾ മേക്കപ്പ് ഇടാൻ തോന്നിക്കഴിഞ്ഞാൽ അതിന് വേണ്ടി എസെൻഷ്യൽ സംഭവം. പിന്നെ ഓഫ് കോഴ്സ് ടച്ച് ചെയ്യാൻ വേണ്ടി കോമ്പാക്ട്. നമ്മൾ സ്പഞ്ച് എടുത്ത് വെക്കും, നമ്മൾ മേക്കപ്പൊക്കെ ഇങ്ങനെ ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്പഞ്ച്. ദെൻ ഇനിയുള്ളത് ഞാൻ മറ്റേ ബോക്സിൽ വെക്കാം. സ്പേസ് ഉണ്ട്, പക്ഷേ നമുക്ക് അതിൽ വെച്ചിട്ട് സ്ഥലത്തേക്ക് ഇതിനകത്ത് വെക്കാം. ഈ ഒരു ബോക്സ് ഇത് മൊത്തത്തിൽ 4-5 സെറ്റാണ് കേട്ടോ. ഈ 2 ബോക്സ് ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ലാഷസ് ആണ്. ഞാനത് എടുക്കട്ടെ. ലാഷസ് ഇതൊന്നും ചെയ്യുക ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ലാഷസ് ആണ്. പക്ഷേ നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഞാൻ എടുത്ത് ചെയ്യുന്നത് എനിക്ക് സമാധാനത്തിന് ഇതൊന്നും യൂസ് ചെയ്യാൻ. നമ്മൾ യൂറോ പാരിസിൻ്റെ ലാഷസ് ആണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അവർ യൂസ് ചെയ്യുന്നത്. എൻ്റെ ലൈഫ് സ്റ്റോക്കിൽ എൻ്റെ ഉള്ള ലാഷസ് എടുത്ത് വെക്കാണ്. ഇതിൽ ഒരുപാട് ലാഷസ് ഉണ്ട്, എനിക്ക് ഞാൻ ഇങ്ങനെ വാങ്ങിച്ച് വയ്ക്കാറുണ്ട്. ഇതും വേറെ കുറച്ചുകൂടി ഇതാണ് എൻ്റെ ലേറ്റസ്റ്റ് ഷൂട്ടിനെ ഞാൻ മേക്കപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ മാൾസിൻ്റെ ലാഷസ് അടിപൊളി ലാഷസ് ആണ്, ഭയങ്കര അഫോർഡബിൾ ആണ്. പിന്നെ നമ്മുടെ അക്വാ കളറിൻ്റെ ലെൻസ്, ഇത് ഗ്രീൻ ഷെയ്ഡാണ്. പക്ഷേ നമുക്കിനി ഹേസലും ഗ്രേ കൂടെ വാങ്ങണം, കാരണം ഷൂട്ടിന് ഏതാണ് നോക്കിയിട്ട് മാച്ച് ആണെന്ന് വെച്ചാൽ വെക്കാൻ വിചാരിച്ചിട്ട്. ലെൻസൊക്കെ ഞാൻ തന്നെ മിക്കവാറും അല്ലേ, അത് ഡിപ്പെൻസ് ഓൺ ദ ഷൂട്ട്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്ത് വെക്കും. നമുക്ക് ആവശ്യം വന്നാലോ. ഞാൻ ഇത് ഗ്രീൻ കളറാണ്, നമുക്കിനി ഗ്രേയും ഹേസലും കൂടി മേടിക്കണം. ഇത് നല്ല ലെൻസാണ് അക്വാ കളേഴ്സിൻ്റെ. പക്ഷേ എനിക്ക് ഫ്രഷിനെ കുറച്ച് ഇഷ്ടം, പക്ഷേ ഫ്രഷിനെ പെട്ടെന്ന് കീറി പോകും, ഭയങ്കര അത്ര ഒരു ക്വാളിറ്റി ഇല്ല ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടിഷ്യൂ, പിന്നെ ഗ്ലൂ ഒട്ടിക്കാൻ നമ്മുടെ ഐലാഷ് ഒട്ടിക്കുന്ന ഗ്ലൂ, പിന്നെ ഇതിനകത്ത് ലെൻസ് കേസ്, പിന്നെ ലെൻസ് സൊല്യൂഷൻ,
പിന്നെ നമ്മുടെ വെറ്റ് വൈപ്സ് ആണ് ഞാൻ പറഞ്ഞത് എടുക്കാൻ പോകുന്ന സാധനം. വെറ്റ് വൈപ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ നമുക്ക് കോട്ടൺ പാഡ്സ്, ഇതും വളരെ 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 അത്യാവശ്യമായിട്ട് സാധനം മേക്കപ്പ് റിമൂവ് ചെയ്യാനൊക്കെ. അപ്പോൾ അത് നമുക്ക് മറ്റേ ബാഗിൽ വെക്കാൻ നമുക്ക് സ്ഥലമില്ല, പിന്നെ കിട്ടില്ല. നമുക്ക് വെറുതെ ബാഗിൽ ഇട്ടാൽ മതി. ഇത് പിന്നെ വെക്കുന്ന കാര്യമാണ് ഹെയർ ടോണിറ്റ്. ഇത് ഈവൻ അവർ തന്നെ എല്ലാം കൊണ്ടുവരുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി വെക്കാം. കാരണം നമ്മുടെ കഴിഞ്ഞ ബ്രൈഡൽ ഷൂട്ടിലേക്ക് ഞാൻ എൻ്റെ ടോണിറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും, പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കാറുണ്ട്. പിന്നെ ഒരു ബണ്ണ്, അതും എക്സ്ട്രാ എടുത്ത് വയ്ക്കും. പിന്നെ ഒരു ചീപ്പിൻ്റെ സെറ്റ് ഞാൻ ആമസോണിൽ വാങ്ങിച്ചതാണ്, അതെടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെക്റ്റ് ആകുമ്പോൾ ഞാൻ ഇത് അതിനകത്ത് കാണിച്ച ഒരു പഫ് പോലത്തെ അതെനിക്ക് വെച്ചിട്ട് ഡാബിയ ചെയ്യുക. അപ്പോൾ അത് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കളർ ബാറിൻ്റെയാണ് തോന്നി പഞ്ച്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എടുത്ത് വെക്കാനുള്ളതല്ല, ഇത് നൈക്കയുടെ സ്നെയിൽ ഫോം നറിഷ് സ്കിന്നാണ്. ഇത് ഞാൻ വെച്ചാൽ ഷൂട്ടിന് പോകുന്നതിന് തലേന്ന് ഇട്ടിട്ട് കിടക്കും. അപ്പോൾ രാവിലെ നല്ല ഗ്ലോ ആൻഡ് ഹെൽത്തി സ്കിൻ കിട്ടും. അത് ഞാൻ ഏതെങ്കിലും ഷീറ്റ് മാസ്ക് യൂസ് ഞാൻ കൂടുതൽ ഹൈഡ്രേറ്റിംഗ് ഷീറ്റ് മാസ്കാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്കിന്നിന് അല്ലാണ്ട് പ്രോബ്ലം ഇല്ലാത്ത മാസ്ക് യൂസ് ചെയ്യുന്ന കാര്യം. ഇത് സ്നെയിൽ ഫോം നറിഷിംഗ് സ്കിന്നാണ്, അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇത് നൈക്കയുടെ ഷീറ്റ് മാസ്കാണ്. ഇത് നമ്മൾ വെച്ചിട്ടായിരിക്കും പോകാം. ഇതിൻ്റെ സ്റ്റോക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് ഞാൻ ഒരു കാര്യം എടുക്കാം, ഞാൻ കാണിച്ചു തരാം. സ്റ്റിക്ക് അത് നമ്മൾ എടുക്കാൻ പോകും. ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ. ഇതിനകത്ത് കുറേ മിസ്റ്റിംഗ് ആണ്. അമ്മ കുറേ താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് മാഷിൻ്റെ ലിപ് പാലറ്റാണ്. ഇത് നമ്മൾ എടുക്കും. പക്ഷേ ഇതൊന്നും ഞാൻ കൊണ്ടുവരുന്ന ആവശ്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് നാളുകൾ വേണമല്ലോ ഷൂട്ടിന് പോലെ. അപ്പോൾ അത് എടുക്കുന്നുണ്ട്. പിന്നെ ലിപ് ബാം, പിന്നെ ഇത് രാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് ആണ്. ഇത് വൈറൽ ഷെയ്ഡല്ല, ഇത് വേറെ ഷെയ്ഡാണ്. വൈറൽ ഷെയ്ഡ് ഞാൻ ഇപ്പോഴാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്, അത് വന്നിട്ടില്ല. അപ്പം അത് എടുത്തേക്കാം. അത് അതില്ല. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് കാണിച്ചത് ഈ ഒരു പാക്കിൻ്റെ ബ്രോക്കൺ ഹേർട്ട്. ഇത് നിങ്ങൾ ആരും ഒരു വട്ടം നിങ്ങൾ ട്രൈ ചെയ്യുന്ന ലിപ്സ്റ്റിക് അടിപൊളി ലിപ്സ്റ്റിക് ആണ്. ഇത് തീർന്നു ഓൾമോസ്റ്റ്. എന്നിട്ട് ഞാൻ ഇനി വേറെ മേടിക്കണം. അതുകൊണ്ട് തൽക്കാലം പക്ഷേ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ എന്നാലും ഇത് ഓൾമോസ്റ്റ് തീരാണ്. എൻ്റെ ലിപ്സ്റ്റിക് ഇത്രയും പെട്ടെന്ന് തീരുന്ന ലിപ്സ്റ്റിക് ഇതും. പിന്നെ നമ്മുടെ ഏതാ ഇതിനകത്ത് നിന്ന് തപ്പി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതായത് വെറ്റ് ആൻഡ് വൈൽഡ് ഗീവ് മീ മോക്ക. ഈ രണ്ട് ലിപ്സ്റ്റിക് എന്നെ പെട്ടെന്ന് തീർന്നു. എൻ്റെ അത്ര ഫേവറേറ്റ് ആണ്. ഇപ്പോൾ തന്നെ ഇതും ഫേവറേറ്റ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ലിക്വിഡ്, ഈ രണ്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഈ ഒരു പാലറ്റും എടുത്ത് വെക്കുന്നുണ്ട് ഇൻ കേസ് എമർജൻസി. ഓക്കെ, ടച്ചപ്പ് ചെയ്യാനോ അങ്ങനെ കാശ് വരുമല്ലോ. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ലിബാം കൂടെ എടുത്ത് വെക്കണം. ലിബാം ഞാൻ വാസിൽ നിന്ന് ഞാൻ യൂസ് ചെയ്യാൻ മോസ്റ്റ് ടൈം. സെപ്പറേറ്റ് ലിബാം എടുത്തില്ല. ഇത് ഡ്രീം കേക്ക് തന്നെ ബോക്സാണ്. ഉണ്ടോ എൻ്റെ ബാഗ് ഞാൻ റെഡിയാക്കി അത്യാവശ്യം നല്ലോണം വെറുത്തിരിക്കുന്നുണ്ട്. ഈ ബാഗ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. എനിക്കിത് 200 സംതിങ് രൂപയ്ക്കാണ് കിട്ടിയത്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അടിപൊളി ക്വാളിറ്റി ഉള്ള ബാഗാണ്. ഇത് കണ്ടിട്ട് ഇവിടുന്ന് അമ്മാമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട ബാഗാണ്. ഇത് ഞങ്ങൾ അവർക്കും വേറെ ഒരുപാട് ഷെയ്ഡുണ്ട്, പക്ഷേ എനിക്ക് ഈ ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടത്. അവർക്കും വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല ബാഗാണ്. 3 സിബൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഞാനൊരു കാര്യം കൂടെ പറയാൻ വിട്ടു. ഇപ്പം നിങ്ങൾ കേൾക്കും ഷൂട്ടിന് പോകുമ്പോൾ ഇത് മാത്രം മതിയോ, ചെരുപ്പ് വേണം, അതേപോലെ ഔട്ട്ഫിറ്റ്, ജ്വല്ലറി ഇതൊക്കെ വേണ്ടേ എന്നുള്ള കാര്യം. ഒന്നാമത് ഹീരാമണ്ടിയാണോ ചെയ്യണേ. നമ്മൾ ഔട്ട്ഫിറ്റ് നമുക്ക് പോഷ് വെഡിങ് ആൻഡ് റെൻ്റൽസിൽ നിന്നിട്ടാണ് ഔട്ട്ഫിറ്റ് ഉള്ളത്. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് നമുക്ക്, അല്ലെങ്കിൽ പോണ വഴിക്കാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ്. നമ്മളെന്ത് ചെയ്യും, രാവിലെ 10 മണിക്കാണ്, നമ്മളൊരു 9 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും. മുടി ഇങ്ങനെയാണ് നമ്മളിങ്ങനെ വെട്ടിയേക്കുന്നതിൻ്റെ ഇത് ഓയിലിയും കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. ഡോണ്ട് മൈൻഡ് ഇറ്റ്. അപ്പം പോണ വഴിക്ക് ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ട് പോകും. അതുകൊണ്ട് ഡ്രസ്സും ജ്വല്ലറിയൊന്നും പാക്ക് ചെയ്യാൻ നിൽക്കേണ്ട. ചെരുപ്പ് ഞാൻ ഇവിടെ നിന്ന് എടുക്കും, ഞാൻ ഇട്ടിട്ട് പോകും ആ ചെരുപ്പ്. പിന്നെ ചെരുപ്പ് ഏതായാലും നമ്മൾ അറിയത്തില്ല, ലെഹങ്ക അത്രയും ലോങ് അല്ലേ. പിന്നെ ഈ ബാഗും തന്നെ ധാരാളം. പിന്നെ മേക്കപ്പ് ചെയ്യുന്നവരാണല്ലോ, അല്ലാണ്ട് ഇപ്പം മേക്കപ്പും കൂടെ ഞാനാണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും ഭയങ്കര ഹെക്റ്റിക്കാവും. അതുകൊണ്ട് ഇപ്പം മേക്കപ്പ് ഞാനല്ല ചെയ്യണം, എല്ലാം കൊളാബ് ഷൂട്ടായുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഔട്ട്ഫിറ്റൊക്കെ ഞങ്ങൾ പോണ വഴിക്ക് എടുക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഇനി ഞാൻ നെയിൽസ് വയ്ക്കുമ്പോഴേ വരുള്ളായിരിക്കും എന്ന് തോന്നുന്നു. സോ ബൈ. ഹലോ ഗൈസ്, അപ്പം ഞാൻ നേരത്തെ കാണിച്ച സ്ഥലത്ത് വന്നു. കാണുന്നുണ്ട്. അപ്പം താഴെ ടി വി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല വോളിയം കാണും, നല്ല എക്കോ ഉണ്ടാകും. ഓക്കെ, അപ്പം നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടി നോക്കാം. കസ്തൂരി മഞ്ഞൾ പൊടിച്ചതും നീം പൗഡറും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാൻ മുടി മാറ്റി കെട്ടിയിട്ട് പാക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സോ നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. താഴെ അമ്മ ഫോണിൽ സംസാരിക്കുകയാണ്, നല്ല ഉറക്കെയാണ് സംസാരിക്കുന്നത് ഓഫ്കോഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ഞാൻ കട്ട് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഫേസ് പാക്ക് ഇട്ടു. ഇനി ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ പോയി കുളിക്കും. അപ്പോൾ അത്രേ. ഹലോ ഗെയ്സ്, അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നു. തലയിൽ ഞാൻ ടീഷർട്ടാണ് വെച്ചിട്ടുള്ളത്, എൻ്റെ പഴയ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടത് നമ്മൾ ഈ തോർത്തിൽ ഇത് മുടി റാപ്പ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പഴയ ഒരു കോട്ടൺ ടീഷർട്ടിൽ ചെയ്തു. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇവിടെ കാണുന്നു നല്ലൊരു പീജേഴ്സൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്നുണ്ട്, വെള്ളമൊക്കെ ഇട്ടിട്ട്. അങ്ങനെയൊന്നുമല്ല എനിക്ക് തോന്നുന്നു ഇടും. പക്ഷേ കൂടുതൽ തണുപ്പ് വരുമ്പോഴാണ് ഇത് ഇടുന്നത്. ഞാനിപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് പോയി, ബിക്കോസ് എനിക്ക് ചൂടെടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോ വെച്ചിട്ട് വൃത്തിയിരിക്കട്ടെ എന്നാലോചിച്ചിട്ട് ഇട്ടതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. മുഖത്ത് ഞാൻ കുറച്ച് ലിപ് ബാം ഇട്ടിട്ട് കുറച്ച് ആലോവേര ജെൽ ഫേസ് അപ്ലൈ ചെയ്തു, ബോഡി ലോഷൻ ഇത്ര ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് വന്നത് നെയിൽസൊക്കെ രാവിലെ എണീറ്റ തൊട്ടേ എനിക്കിത് വെച്ചോളം, എനിക്കിങ്ങനെ അതിങ്ങനെ വെച്ചിട്ട് എനിക്ക് കാണണം എങ്ങനെയാണ് എൻ്റെ നെയിൽസ്. അപ്പം ഞാനിത് വെക്കാമെന്ന് വിചാരിച്ചു.
കണ്ടു നെയിൽസ് വെച്ചിട്ടായിരിക്കും സംസാരിക്കുക. 2 കയ്യിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം കുറച്ച് സമയം എടുത്തു. ഞാൻ പറഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഞാൻ വെച്ചു, നെയിൽസ് വെച്ചു. നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ട് ആൻഡ് കുട്ടി ആയിട്ട് നല്ല രസം. ഹലോ ഗൈസ്, ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പം ഇത് ഞങ്ങൾ രാവിലെ ഷൂട്ട്. പിന്നെ എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കയ്യിൽ. അതൊന്നും എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ക്യാമറമാന് വരാൻ പറ്റില്ല. ഞാൻ ആദ്യം ബുക്ക് ചെയ്ത ആൾക്ക് പിന്നെ വേറെ ക്യാമറമാനൊക്കെ സെറ്റാക്കി വന്നപ്പോൾ ഭയങ്കര ഹറിബറിയായിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമ്മളിത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ആ പാർലറിൽ പോയിട്ട് മേക്കപ്പ് ചെയ്യുന്നതാണ്. സോ നമ്മൾ മേക്കപ്പ് ചെയ്തു. ഫേസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് എൻ്റെ ഹെയർ ഓയിലി ഹെയർ ആയതുകൊണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് ഹെയർ ചെയ്യാൻ നോക്കുക. സോ ദാറ്റ് അപ്പോൾ അത്രയും ലാസ്റ്റ് ചെയ്യുമല്ലോ. അല്ലെങ്കിൽ നല്ലോണം എണ്ണ ഇറങ്ങിയിട്ട് ലാസ്റ്റിങ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മേക്കപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ ലുക്കിനേക്കാളും കൊള്ളാമല്ലേ? ആ നെറ്റിച്ചുട്ടി ചുമ്മാ അടുത്തുനിന്ന് വെച്ച് നോക്ക്. വെറുതെ ഒന്ന് വൈ, ഏതെങ്കിലും 2 പറ്റുന്ന വൈ. Credence Hospital, multi-specialty family hospital and IVF center presents. പിന്നെ ഞങ്ങൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് സലൂണിൽ ഇറങ്ങി നേരെ ലൊക്കേഷൻ എത്തി. ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ആശാൻ സ്മാരകം ആണെന്ന് തോന്നുന്നു. കറക്റ്റ് ലൊക്കേഷൻ്റെ ആശാൻ സ്മാരകമാണ്. ഓക്കെ, അവിടെ നിന്നാണ് ഞങ്ങളുടെ ഷൂട്ട് ഉണ്ടായിരുന്നത്. സോ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹെക്റ്റിക്കാണ്. ഒന്നാമതേ ആ ലെഹങ്ക നല്ല വെയിറ്റ് എന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കറങ്ങുമ്പോഴേക്കും എനിക്ക് ബാലൻസ് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇടുക അല്ലെങ്കിൽ എനിക്ക് ചിരിക്കാനാണ് പാട്. ഈ ഷൂട്ട് എനിക്ക് ഫുൾ ചിരിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ആറ്റിറ്റ്യൂഡ് വരുന്നില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ കുറേ എടുത്ത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാമെങ്കിൽ ഈ ഷൂട്ടിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ ID ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ ഈ ഫോട്ടോഗ്രാഫർ നമുക്ക് മേക്കപ്പ് ചെയ്ത് തന്നവർ, നമുക്ക് മേക്കപ്പ് ചെയ്ത് തന്ന വാക്സ് വിങ് ബ്യൂട്ടി ഹബ്ബാണെന്ന് തോന്നുന്നു, ബ്യൂട്ടി പാർലർ സംതിങ്. സോ അത് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ID കിട്ടും. നമ്മൾ ഔട്ട്ഫിറ്റ് വന്നിട്ട് പോഷ് വെഡ്ഡിങ് റെൻ്റൽസിൽ നിന്നാണ്. സോ അതും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഡീറ്റെയിൽസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. അതിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.